വയനാട് പ്രൊജക്ടിന് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തതിൻ്റെ ടെൻഡർ നടപടികളൊന്ന് പുറത്തുവിടാൻ ഞാൻ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. 300 കോടി രൂപയുടെ പദ്ധതിയാണ്, 299 കോടി രൂപയുടെ പദ്ധതി. ആ പദ്ധതി 150 കോടി രൂപ താഴെ വീഴുന്ന ആ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന CPM സ്ഥാപനത്തിന് 300 കോടി രൂപയ്ക്ക് കക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ CPM കൊടുത്ത പണമൊക്കെ അതിന്റെ ഇരട്ടിയായി അക്കൗണ്ടിൽ CPM അക്കൗണ്ട് വഴി തന്നെ പുറത്തു വരാൻ പോവുകയാണല്ലോ. അത് മാത്രമല്ല സ്മൃതി, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന PR വർക്കുകളുടെ മറ്റൊരു രഹസ്യമുണ്ട്. ഈ നാട്ടിൽ ഏത് കോൺക്ലേവ് നടന്നാലും അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ അതിന്റെ ഇവന്റ് മാനേജ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ എന്ത് നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏത് കോൺക്ലേവും അത് ഊരാളുങ്കലിന്റെ സബ്സിഡറി കമ്പനി ടെൻഡർ ഇല്ലാതെയാണ് ആ ഇവന്റ് മാനേജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മളെ പറ്റിച്ച് കക്കുക മാത്രമല്ല, ആ കട്ടപണം CPM എടുക്കുക കൂടിയാണ് എന്നുള്ളതാണ്. ഊരാളുങ്കൽ വഴി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം മുഴുവൻ അടിച്ചു മാറ്റുമല്ലേ. ഇനി ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്ഷേമനിധി 1.25 കൊല്ലമായി കെട്ടിട ക്ഷേമനിധി ഇവിടെ മുടങ്ങിക്കിടക്കുക കുടിശ്ശികയായിട്ട്. ഇവർക്ക് നാണമാവില്ല. ഈ 20 കോടി രൂപയൊന്നും വേണ്ടല്ലോ അതങ്ങ് കൊടുത്തു തീർക്കാൻ. ആ 20 കോടി രൂപയുടെ പകുതി കൊടുത്താൽ ആ കെട്ടിട ക്ഷേമനിധി 16 മാസമായി മുടങ്ങിക്കിടക്കുന്ന ആ കെട്ടിട ക്ഷേമനിധി കൊടുക്കാലോ. എന്നിട്ട് അതുപോലും കൊടുക്കാതെ ഈ നാട്ടിൽ വലിയ ഫ്ലെക്സുകൾ വെച്ച് ശ്രീ അരുൺകുമാർ, ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പണം കൊടുത്തിട്ടാ ഫ്ലെക്സ് വെച്ചേ, അല്ലാതെ സർക്കാരിന്റെ പണം എടുത്ത് എന്റെയും ഈ നാട്ടുകാരുടെയും നികുതി പണം എടുത്ത് കക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ ഫ്ലെക്സ് വെച്ചു പുതിയ യാത്രയ്ക്ക്. ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ നിന്ന് ഡൊണേഷൻ മേടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ ഉണ്ടാക്കിയ ഫ്ലെക്സാ, അല്ലാതെ നാട് നീളം പിരിച്ച് സർക്കാരിന്റെ പണം എടുത്ത് കക്കുക, മുക്കുക, നക്കുക എന്നുള്ള ഒരു അധ്യാപകമായിട്ട് മുദ്രാവാക്യമായിട്ടല്ല ഞങ്ങൾ പോണേ. അങ്ങനെ ചെയ്ത് കാണിക്ക്, ഞങ്ങൾക്ക് പരാതിയില്ല. അങ്ങനെ PR കാണിക്ക്, ഞങ്ങൾക്ക് പരാതിയില്ല. ജനങ്ങളുടെ പണം എടുക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നത് പരസ്യമായും ചോദ്യം ചെയ്യും, കോടതിയിലും ചോദ്യം ചെയ്യും. അതിന് ബബ്ബ പറഞ്ഞിട്ട് കാര്യമില്ല.